ഭാസ്കര മാഷ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു നമ്മളെ പരിപാടി എല്ലാവരും കൂടി ഒത്തിണക്കത്തോടു കൂടി എല്ലാവരെയും പങ്കെടുപ്പിച്ച് നടത്തേണ്ട ഒരു പരിപാടിയാണെന്നുള്ളത്. ഞാൻ 300ഓളം ആളുകൾക്കുള്ള റിഫ്രഷ്മെൻറ്റിൻ്റെ ഏർപ്പാടും ഇവിടെ ചെയ്തിട്ടുണ്ട്. 300ഓളം ആളുകൾക്ക് ആ പരിപാടിക്ക്. പക്ഷേ അതിലെ പ്രാതിനിധ്യം വളരെ കുറവായി പോയെന്നുള്ളത്. ആ വർത്താനം പറഞ്ഞ ഇവിടെ എല്ലാവരും ആദരിക്കും, എല്ലാവരും ഇവിടെ ആദരിക്കും. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യാനൊന്നും കഴിയൂല മാഷേ. ആ പേടിപ്പിച്ചാലൊന്നും നടക്കൂല കേട്ടോ. നിങ്ങൾ വേറെ വെച്ചാൽ മതി. സെക്രട്ടറി, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വേറെ അങ്ങനെ നടത്തണമെങ്കിൽ വേറെ നടത്തിയോട്ടെ. ഇത് ഈ പഞ്ചായത്ത് തീരുമാനിച്ച പരിപാടിയാണ്, സെക്രട്ടറി തീരുമാനിച്ച പരിപാടിയല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യം അതാണ്, നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുക, അതിൻ്റെ ഗൗരവത്തിൽ കണ്ട് പാർട്ടിക്കാരായ ആളുകളും വേറെയുള്ള ആളുകളൊക്കെ കൂട്ടായി വരണം. അത് വരാതെ വിമർശിക്കുക എന്ന് പറയുന്നത് ആർക്കും കഴിയുന്നൊരു കാര്യമാണ്, എളുപ്പത്തിൽ കഴിയുന്നൊരു കാര്യമാണ്. പറഞ്ഞ ആളുകളുടെ പാർട്ടിക്കാർ ആകെ 8 ആളെ ഇവിടെ ഉള്ളൂ. ആ സങ്കടം ഞാനിവിടെ പറയണം, അത് പറയാതിരിക്കാൻ കഴിയില്ല. ബാക്കി ഈ കാണുന്ന ആളുകളൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയ ആളുകളാണ്. സെക്രട്ടറി വിളിച്ച ആളുകളുണ്ട്, എൻ്റെ മെമ്പർമാർ, ഈ ഭരണസമിതിയിലെ മെമ്പർമാർ വിളിച്ച ആളുകളുണ്ട്. അത് നിങ്ങൾ കാണണം. ഈ 8 ആളായിട്ട് മാറ്റി നിർത്താനുള്ള ആളുകൾ എത്ര ഉണ്ടെന്നുള്ളത് കാണണം. വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. പറയുന്നതിൽ അർത്ഥം വേണം, അത്രേ ഉള്ളൂ. തോന്നിയാസം കാണിക്കണേ, നിങ്ങൾ എന്താ പ്രസംഗിക്കണേ? ഇവിടെ 6 മാസം കിറ്റ് കൊടുത്തില്ലേ? ഇവിടെ മരുന്ന് കൊടുത്തില്ലേ? നിങ്ങൾ മൈക്ക് കെട്ടി പുറത്ത് പറയുന്ന മാതിരി പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പ്രസിഡന്റിന്റെ കുപ്പായ ഊരിച്ചായിട്ട് ഇവിടുന്ന് ഞാൻ സംസാരിക്കും. നേരെ ഞാൻ 2 വട്ടം പറഞ്ഞു. ഇത് ഗവൺമെന്റ് സദസ്സാണ്, ഒരു പൊതു പഞ്ചായത്ത് നടത്തുന്ന പരിപാടിയാണ്. അവിടെ അതിന്റെ മര്യാദയിൽ സംസാരിക്കണം. അപ്പോ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പറയാം, എത്ര കേൾക്കും. പക്ഷേ ഇത് നിർദ്ദേശങ്ങൾ പറയാന്നല്ലാതെ ആക്ഷേപങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ CPM-ന്റെ ചെലവിൽ വേറെ സ്റ്റേജ് കെട്ടുക. സെക്രട്ടറി വെച്ച റിപ്പോർട്ടിന് നിർദ്ദേശം പറയുന്നത്, അതുപോലെയുള്ള നിർദ്ദേശമല്ല പറയുന്നത്. നിർദ്ദേശമാണെങ്കിൽ 6 മാസം ഇവിടെ എല്ലാ 6 മാസം ICDS-ന്റെ സൂപ്പർവൈസറോടുണ്ട്. ചാൻസോ ഇവിടെ ഈ ആശ്രയ കിറ്റ് കൊടുക്കുന്നില്ലേ, മരുന്ന് കൊടുക്കുന്നില്ലേ? തടസ്സമുണ്ടോ? പിന്നെ എന്തടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞത്? ഇത് ഡാറ്റന്റെ കയ്യിലുണ്ടാക്കാണ് സത്യം പറഞ്ഞത്. നിങ്ങൾ വെറുതെ പ്രസംഗിക്കല്ലേ. അപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്, ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നു. നിർദ്ദേശങ്ങളായിട്ട് കുറെ പറയാനുണ്ട്, പക്ഷേ ഇവിടെ നിർദ്ദേശങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്മനസ്സിൽ 6 മാസം കൂടുമ്പോ അവിടെ കൊടുക്കണ്ടേ? അടുത്ത ആൾ പറയും, അടുത്ത നിർദ്ദേശങ്ങൾ പറയും. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല തെറ്റാതെ പറയാം. അപ്പൊ അതില് 25 ലക്ഷം റുപ്യ ഫണ്ട് വെച്ചിട്ടുണ്ട്. ആ പണി ഈ കാലവർഷം കഴിഞ്ഞ ഉടനെ നടത്തും. ഓക്കെ, നടത്തലല്ല, പണി നടത്തുന്നതാണ്. നിങ്ങൾ നടത്തുന്നല്ലോ. അത് വേണം. കുടിവെള്ളം എത്താത്ത പാടില്ല. പ്ലാറ്റ്ഫോമിലും പോസ്റ്റർ തയ്യാറാക്കി വിട്ടിട്ടുണ്ട്. എല്ലാ ആളുകളും അത് കണ്ടിട്ടുണ്ട്. CPM-ന്റെ ആളുകൾ തന്നെ ഞാൻ വിട്ട പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പണ്ടത്തെ കാലം ലഭിച്ചപ്പോ